എനിക്കിപ്പി കിട്ടിയടി. അത് വെറുതെ കിട്ടിയതല്ല. അതിനൊരു കാരണമുണ്ട്. ഭയ്യ ചലോ. ഏയ് അല്ലല്ല, ഞാൻ EVS ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അതൊന്നും കുഴപ്പമില്ല. ഇതിപ്പോൾ എന്ത് ചെയ്യും? EVS ഡിപ്പാർട്ട്മെൻറ്റ് എന്നല്ലേ പറഞ്ഞേ? ഫ്രാങ്കി ഒന്ന് വിളിച്ചു നോക്കാം. W krainie życia będę widział Boga. ഹലോ. ഹലോ. ആ പറ. എടാ, പിന്നെ നിങ്ങളെ ക്ലാസ്സിൽ എത്ര മല്ലൂസ് ഉണ്ട്? നമ്മളുടെ ക്ലാസ്സിൽ 3 മലൂസുണ്ട്. ഞാൻ, ഇൻസാഫ്, പിന്നെ ഒരു പെണ്ണ് പൂജ. പൂജ അല്ലേ? എടാ, പൂജ ഇന്ന് ലാബ് കോട്ട് ഓട്ടോയിൽ വെച്ച് മറന്നിരുന്നു. അപ്പോൾ അത് കൊടുക്കാനായിരുന്നു. അത് നാളെ അവധിയാണ്. സോ പൂജ ക്യാമ്പസിൽ കാണത്തില്ല. ഒരു കാര്യം ചെയ്യ്, അവൾ എല്ലാ ദിവസവും ദീദീൻ്റെ ചായക്കടയിൽ കാണും. ദീദിയുടെ ചായക്കടയിലോ? അവിടെ വേണമെങ്കിൽ ലാബ് ആണല്ലേ? കോട്ട് കൊടുക്കാം. ആടാ ശരി, ഓക്കെ. ഇനി ചായക്കട. ഇത് ഇന്നലെ ഇതൊന്ന് പിടിച്ചേ. എന്തെങ്കിലും പറ്റിയോ? അത് കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു ബലം പിടുത്തം അതിൻ്റെ. ബട്ടൺസൊക്കെ പൊട്ടിയിട്ടുണ്ടല്ലോ. അത് കുഴപ്പമില്ല. അത് സ്റ്റിച്ച് ചെയ്താൽ റെഡിയാവും. ദാ ബാഗ്. താങ്ക്സ്. ഓ, ഇന്നലെ ഓട്ടോയിൽ വരുന്ന സമയത്ത് ലാബ് കോട്ട് ഓട്ടോയിൽ വെച്ച് മറന്നിരുന്നു. അപ്പം അത് തരാൻ വന്നപ്പോഴാ ഇങ്ങനെയൊക്കെ. റിയലി സോറി കേട്ടോ. സോറി ഒന്നും വേണ്ട. ഇതൊക്കെ എന്ത്? ഞാൻ പൂജ. വിനു. പൂജ നാട്ടിൽ എവിടെയാണ്? ഞാൻ എറണാകുളം. വിനുവോ? ഞാൻ കൊല്ലം. ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആണ്? ഞാനിവിടെ മാസ് കമ്മ്യൂണിക്കേഷൻ. പൂജ EVS അല്ലേ? അതെ. എങ്ങനെ അറിയാം? ഇന്നലെ ഹോട്ടലിൽ വരുന്ന സമയത്ത് ഫോണിൽ സംസാരിക്കുന്നത് കേട്ടിരുന്നു. അപ്പം ഞാൻ നിങ്ങളെ ക്ലാസ്സിലെ ഫ്രാങ്കി വിളിച്ച കാര്യം ചോദിച്ചു. അപ്പം അവനാ പറഞ്ഞത് പൂജ എവിടെയാ ചായ കുടിക്കാൻ വരാറ്. ഓ നൈസ്. ഇന്നലെ പെട്ടെന്ന് സാർ ഒരു ക്ലാസ് വെച്ചു. അതിൻ്റെ ഓട്ടത്തിൽ കോട്ട് എടുക്കാൻ വിട്ടുപോയി. അല്ല, ഇതിവിടെ സ്ഥിരമാണോ? ഏത്? ഈ ബാഗ് മോഷണം. അത് ഇവിടുത്തെ ലോക്കൽ പിള്ളേരായിരിക്കും. ഇനി ഇങ്ങനെ ഒന്നും ഉണ്ടാവാതെ ശ്രദ്ധിച്ചാൽ മതി. അല്ല, ഞാൻ കൊടുക്കാം. പൂജേൻ്റെ അടുത്ത പ്രശ്നം കൊടുത്തോ? ദീദിക്ക് ഇതിനോ? കറുതിയ.
പൂജ ഇവിടെ വന്നിട്ട് കറങ്ങാനൊന്നും പോയില്ല? ഇല്ലടാ, ഒന്നിനും ടൈം കിട്ടിയില്ല. ഇപ്പോഴാ ഒന്ന് ഫ്രീ ആയേ. അങ്ങനെയാണെങ്കിൽ നാളെ ഇവിടെയുള്ള സ്ഥലങ്ങളൊന്ന് കാണാൻ പോയാലോ? ഉം? പൂജയ്ക്ക് ബുദ്ധിമുട്ടാകുന്നേ വേണ്ട. എനിക്കിവിടെ അത്ര ഫ്രണ്ട്സ് ഒന്നുമില്ല. അതും ഒരു കാരണമാണ് എങ്ങും പോവാത്തേല്. ബുദ്ധിമുട്ടൊന്നുമില്ല, ഞാൻ റെഡിയാ. നിന്നെ ഞാൻ കണ്ട നേരം ഉള്ളാകെ നിറയുന്നെന്നേ, നിൻമുഖമോ ഇന്നെൻ നെഞ്ചിൽ തെളിയുന്നുണ്ടെന്നേ. ഓരോരോ നോക്കും തേടി നിന്നു ഞാൻ നിന്നരികത്തായി, എന്നാലും നീ എന്തെന്നേ അറിയുന്നില്ലെന്നേ. നിലാമഴ പോൽ പ്രണയം പൊഴിയും അതിലാലിയാൻ നാം രണ്ടുപേർ. നിന്നെ ഞാൻ കണ്ട നേരം ഉള്ളാകെ നിറയുന്നെന്നേ, നിൻമുഖമോ ഇന്നെൻ നെഞ്ചിൽ തെളിയുന്നുണ്ടെന്നേ. ഓരോരോ നോക്കും തേടി നിന്നു ഞാൻ നിന്നരികത്തായി, എന്നാലും നീ എന്തെന്നേ അറിയുന്നില്ലെന്നേ. ഏതേതും കാണാതെങ്ങും പോകാതെ മഴ പോലെ നീ മാനത്തായി ചേരും താരം പോലവേ. എന്നെന്നും കാണാൻ കാക്കും തേനിലാവ് പോലവേ, കണ്ണെത്താ ദൂരം തേടിപ്പോകയോ. ദൂരേക്കായി അകലും നേരം ചാരത്തായി വന്നിടാനായി അനുവാദമേകൂ നിന്നെ ഞാൻ കണ്ട നേരം ഉള്ളാകെ നിറയുന്നെന്നേ, നിൻമുഖമോ ഇന്നെൻ നെഞ്ചിൽ തെളിയുന്നുണ്ടെന്നേ. ഓരോരോ നോക്കും തേടി നിന്നു ഞാൻ നിന്നരികത്തായി, എന്നാലും നീ എന്തെന്നേ അറിയുന്നില്ലെന്നേ. പൂജ, സോറി, കുറെ നേരമായി ഇല്ല, വന്നിട്ടില്ല. ഒരു 10 മിനിറ്റായി. ഞാൻ ഒന്ന് വാഷ്റൂം വരെ പോയിട്ട് വരാം. ആ എന്താ മച്ചാ, സെറ്റായ? എന്താ മുഖം കാണിക്കാതെ? അയ്യോ സോറി പെങ്ങളെ. പൂജ, അത് പിന്നെ ഛേ, പൂജ, പൂജ, ഞാൻ ഒന്ന് പറയുന്ന കേക്ക്. പറ.
ഇവനൊക്കെ എന്താ പ്രാന്താ. ബൈ, ലൈറ്റർ ഉണ്ടോ? ലൈറ്റർ ഉണ്ടോന്ന്? ഇല്ലടാ. അടിപൊളി. എടാ സാബി, ഒന്ന് വന്നേ. എന്താ? ഒന്നിരുന്നേ. എടാ, ഇന്ന് ഹോസ്റ്റലിലേക്ക് ഓട്ടോയിൽ വരുന്ന സമയത്ത് ഒരു പെൺകുട്ടിയെ കണ്ടടാ. അതിന് ക്രഷ് അടിച്ചാ? ആടാ, കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി. എടാ മോനെ വിനു, ഈ യൂണിവേഴ്സിറ്റിയിൽ കുറേ പെൺകുട്ടികളുണ്ട്. അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴും കുറേ പേരെ കാണും. ഇത് അതിലൊരെണ്ണാന്ന് കൂട്ടിയാൽ പോരെ? പ്രശ്നം കഴിഞ്ഞില്ലേ? അല്ലടാ, മലയാളിയാണ്. പൂജ എന്നാ പേര്. നമ്മുടെ ഫ്രാങ്കിയുടെ ഡിപ്പാർട്ട്മെൻറ്റാ, EVS. എന്നിട്ട്? അല്ലടാ, ഇന്ന് ഓട്ടോയിൽ വരുന്ന സമയത്ത് അവളെ ലാബ് കോട്ട് ഓട്ടോയിൽ വെച്ച് മറന്നിരുന്നു. അപ്പോൾ അത് എനിക്കാ കിട്ടിയത്. നീ എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞാടാ. എടാ പ്രേമക്കൊതിയ, കുറേ ഡീറ്റെയിൽസ് ഉണ്ടല്ലോ. എനിമോർ? അങ്ങനെയല്ലടാ, പിന്നെ അവൾ ദീദിയുടെ കടയിൽ ചാടിക്കാൻ വരാറുണ്ട്. എടാ സാബി, ഒന്ന് അടങ്ങടാ. ആ, ഇവിടെ ഉണ്ടായിരുന്നോ? വാ. സംഭവം കുറച്ച് റിസ്കി ഏർപ്പാടാണ്. ടൈമിങ് എത്തിപ്പോയാൽ ഫുള്ള് പണി പോളും. എന്താന്ന് വെച്ചാൽ പറ. പൂജ ദീദിയുടെ ഷോപ്പിൽ ചായ കുടിക്കാൻ വരുമ്പോൾ നീ ലാബ് കോട്ടായിട്ട് പോകണം. അന്നേരം ഞാൻ അവളുടെ ബാഗ് തട്ടിപ്പറിച്ച് ഓടുന്നു. എന്നിട്ട് നീ എന്നെ വളർത്തിയടിച്ച് ബാഗ് തിരിച്ചു കൊണ്ടു കൊടുക്കുന്നു. പൂജ ഇംപ്രസ്ഡ്. എങ്ങനെയുണ്ട് ഐഡിയ? ഇത് വല്ലതും നടക്കുമോ? കൂൾ മാൻ, കൂൾ. സാബി എത്ര കണ്ടിരിക്കുന്നു. പിന്നെ നീ കൊളാക്കാതെ ഇരുന്നാൽ മതി. ഓക്കെ, സെറ്റ്. സെറ്റൊക്കെ പിന്നെ ഓവർ പോകുന്ന കേസാണ്. അതുകൊണ്ട് നീ ഒരു 1000 GP. എനിക്കറിയാം ഞാൻ ചെയ്ത് തെറ്റാണെന്ന്. ഈ അടിയും ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഇതെല്ലാം സമയം പോലെ പൂജയോട് പറയണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ഇങ്ങനെയൊക്കെ ആയിത്തീരുന്ന അറിയില്ല. ഐ എം റിയലി സോറി. എന്നിട്ട് നീ 1000 രൂപ കൊടുത്തോ? ഇല്ല, 500 കൊടുത്തു. ബാക്കി പിന്നെ കൊടുക്കണം. ഇനി ഉണ്ടോ ഇങ്ങനത്തെ വല്ല ഐഡിയാസ്? ഇല്ല, ഇതോടെ നിർത്തി. ഉറപ്പാണോ? പൂജയാണ് സത്യം. അല്ല, ഞാനാണ് സത്യം. എനിക്കും ഇഷ്ടാ. ആ, എനിക്ക് നിന്നെ ഇഷ്ടാണെന്ന്. യെസ്.